നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ സംസാരവും പ്രവൃത്തിയും പെരുമാറ്റവും ഒക്കെ സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ അവർക്ക് കഴിയില്ല. എന്തൊരു കാര്യം പറഞ്ഞാലും അതിനെ എതിർക്കുക എന്നുള്ളതൊരു കമ്മ്യൂണിസത്തിൻ്റെ സ്വതസിദ്ധമായ സ്വഭാവമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വതസിദ്ധമായ സ്വഭാവമാണ്. അവർ പറയുന്നതാകട്ടെ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുൻ മന്ത്രിയായ പി രാജീവിനോട് ലളിതമായി എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ പോലും അദ്ദേഹം അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ, എന്നാൽ താനെന്തോ വലിയ പണ്ഡിതനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയുന്നത്. വളരെ ലളിതമായി പറയാവുന്ന ഒരു കാര്യത്തെ വളച്ചൊടിച്ച് അതിനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ അതിനിടയിൽ തിരുകി കയറ്റിയാണ് അദ്ദേഹം ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നത്. പി രാജീവ്. ഞാനിത് പറയാൻ തുടങ്ങിയത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ 17-ാം തീയതി തൃശ്ശൂരിൽ ഒരു നാടകം നടത്തി. കോഴിക്കോട് ചിലങ്ക തിയേറ്റേഴ്സാണ് ഈ നാടകം അവതരിപ്പിച്ചത്. ആ നാടകത്തിൻ്റെ പേര് മിസ എന്നായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് മിസ തടവുകാരായ സ്ത്രീകൾക്ക് ജയിലിൽ നേരിടേണ്ടി വന്ന മർദ്ദനങ്ങൾക്കും ക്രൂരതകൾക്കും ആധാരമാണ് ഈ ഒരു നാടകം. അങ്ങനെയാണ് ഈ നാടകം അവതരിപ്പിച്ചത്. ഇതിലെ ഒരു കഥാപാത്രം ചിന്നു ചിലങ്ക എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ ഒരു നാമമാത്രമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ വേദിയിൽ വന്നത്. അതായത് 100 കണക്കിന് ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിൽ നാമമാത്രമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ആ സ്ത്രീ വരുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, അതിന് നാടകം എന്ന പേരിട്ട് വിളിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നു. ഇതിനുശേഷം ഇത് വലിയ വിമർശനത്തിനിടയാക്കി, പരിഹാസത്തിനിടയാക്കി. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവരെ പുറഞ്ചമാണ് ആൾക്കാർ കളിയാക്കിയത്. പക്ഷേ അതൊന്നും അവരെ ഏശിയില്ല. ഇപ്പോഴും അവർ പറയുന്നത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നാണ്. നോക്കൂ, ഒരു പൊതുവേദിയിൽ കുട്ടികളും മുതിർന്നവരും മറ്റുള്ളവരും ഒക്കെ നിൽക്കുന്ന ഒരു പൊതുവേദിയിൽ ഒരു സ്ത്രീയോ പുരുഷനോ ആകട്ടെ നാമമാത്രമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഏത് കലയെ ആധാരമാക്കിയാലും വന്നെന്തെങ്കിലും പേക്കൂത്ത് നടത്തിയാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് ഇവരുടെ കാര്യം മാത്രമല്ല, ഇത് ആദ്യത്തെ സംഭവം മാത്രമല്ല. ഇതിനു മുമ്പ് ആർത്തവ കവാടം നിർമ്മിച്ചു SFIക്കാർ. അത് നമ്മൾ കണ്ടതാണ്. സരസ്വതി ദേവിയെ നഗ്നിയായി വരച്ചുകൊണ്ട് അവർ ആത്മസംതൃപ്തി അടഞ്ഞതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഈ ഒരു രീതിയൊക്കെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലെ ഈ പരിഹാസമൊക്കെ അന്തം കമ്മികളെ വല്ലാതെ രോഷം കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് ഇനി വീണ്ടും നാളെ പൊതുവേദിയിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ നടി ചിന്നു ചിലങ്ക എന്ന് പറയുന്ന സ്ത്രീ അവർ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് ഇവരൊക്കെ തള്ളി മറിക്കുന്നത്. ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഇത്രയും ഒരു പൊതുവേദിയിൽ വെച്ച് നാമമാത്രമായ വസ്ത്രം ധരിച്ചു കൊണ്ടുവന്ന് ഈ പേക്കുത്ത് നടത്തുന്നതിനെയാണോ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിന് വളരെ ഒരു സഭ്യതയുടെ അതിർവരമ്പുണ്ട്. അതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക്, സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നത് എന്ന് മാന്യരായിട്ടുള്ള ഒരു മനുഷ്യർക്ക് അറിയാം. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് അറിയണമെന്നില്ല. എന്ത് തെമ്മാടിത്തരവും കാണിച്ചിട്ട് അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന രീതിയും ഇതാദ്യമായിട്ടല്ല. ഇതൊക്കെ ജനങ്ങൾ പുച്ഛിച്ചു ചിരിക്കുകയാണ്. ഇവർക്ക് ഇപ്പോഴും ഇത് തിരുത്തണമെന്ന ഒരു ആഗ്രഹമില്ല. ഇവരുടെ ഒരു രീതിയും മറ്റും ഇവർ കാണുന്ന കുറേ പേർ ഈ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയുന്നത് പോലെ ഇവർ കാണുന്നതും സഹകരിക്കുന്നതുമൊക്കെ ഇവരുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കിടയിൽ മാത്രമാണ്. ഇവരുടെ സഖാക്കൾ, ഇവരുടെ നേതാക്കൾ, ഇവരുടെ അണികൾ, അവരൊക്കെയാണ് ഇവർ സഹകരിക്കുന്നതുമൊക്കെ. സാധാരണ ചിന്താശേഷിയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന പല തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ടൊന്നും ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. അവരോടൊക്കെ സംസാരിക്കും എന്നുള്ളതല്ലാതെ ഇവരുടെ ആശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നത് ഇവരുമായി സമാന ചിന്താഗതി ഉള്ളവരോട് മാത്രമാണ്. അപ്പോൾ പിന്നെ അറിയാമല്ലോ, ഒരിക്കലും അവർക്ക് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. അവർ ആ രീതിയിൽ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും. എന്തായാലും ഇത്രയും കനത്ത ഒരു പരാജയം CPM ഏറ്റുവാങ്ങേണ്ടി വന്നു. CPMൻ്റെ ഒരു യുവജന സംഘടനയാണ് DYFI. അവരൊക്കെ കാണിച്ചു കൂട്ടുന്ന സമരങ്ങൾ എന്ന പേരിലൊക്കെ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും ഇനിയെങ്കിലും സമൂഹം അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും? ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ഒന്ന് മാന്യമായി ജനങ്ങളോട് പെരുമാറണം, ഇടപെടണം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ പോലും നമുക്ക് ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ അത് എല്ലാവർക്കും കാണത്തക്ക രീതിയിലായിരിക്കണം എന്നൊക്കെ വേണമെങ്കിൽ ഇവർക്ക് അങ്ങനെയും ചിന്തിക്കാം. ഇവിടെ മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ ഈ വാർത്തയെ അനുകൂലിച്ചു, ഈ ഒരു നാടകത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷെ മാതൃഭൂമി പോലെയുള്ള ചാനലുകൾ പോലും ഈ നാടകത്തെ ന്യായീകരിക്കുമ്പോഴും അനുകൂലിക്കുമ്പോഴും അവർ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ആ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ മാസ്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ, അതായത് ഈ എതിർക്കണം എന്നുണ്ട്, പക്ഷേ എതിർക്കാനുള്ള ധൈര്യവും ശക്തിയും ഇല്ല. അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പോലും കുഴപ്പം. നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവർക്ക് ഈ സംസ്കാരം, പൈതൃകം, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും അവർക്ക് ഒരിക്കലും മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരന് സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ചൊരു ബോധം ഉണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. അവർക്കൊരിക്കലും ആ ബോധം ഉണ്ടാകില്ല. അവരുടെ ചിന്താശേഷിയൊക്കെ വേറെ രീതിയിലാണ്
രീതിയിലാണ് പോകുന്നത്. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ആരും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ലെങ്കിൽ സംഘടനയും ഒന്നും ഇതുപോലെയുള്ള പേക്കൂത്തുകളും ഒന്നും ഇവിടെ കാണിക്കില്ല. ഇനി ഈ അടിയന്തരാവസ്ഥ കാലത്ത് മിസ തടവുകാരായ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളെക്കുറിച്ച് എത്ര മാന്യമായി അത് ആവിഷ്കരിക്കാൻ കഴിയും? പക്ഷേ ഇവർക്ക് അതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വിവാദമാകുക എന്നുള്ളതാണ്. ഇവിടെ അടിയന്തരാവസ്ഥ കാലത്ത് പല നേതാക്കളും പല ഈ നക്സലൈറ്റ് പ്രവർത്തകരും ഒക്കെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. അവരെയൊക്കെ പലരെയും പൂർണ്ണ നഗ്നകളാക്കിയിട്ടാണ് മർദ്ദിച്ചതെന്നും അവരുടെ രഹസ്യഭാഗങ്ങളിൽ ലാത്തി കയറ്റിയതെന്നും ഒക്കെയുള്ള കഥകൾ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരമൊരു അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള അത്തരം വിഷയം പ്രതിപാദിക്കുമ്പോൾ ഇവർ ഏത് രീതിയിൽ ഇത് ആവിഷ്കരിക്കും? അപ്പോൾ ഇവരുടെ ലക്ഷ്യം അതല്ല. സമാധാനമായി കഴിഞ്ഞു പോകുന്ന ഒരു സമൂഹത്തിൽ അശാന്തി ഉണ്ടാക്കുക, വളർന്നു വരുന്ന തലമുറയെ പോലും വഴിതെറ്റിക്കുക, മറ്റുള്ളവരെ ഇത്തരത്തിൽ അവഹേളിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് അവരുടെ ഒരു രീതി. ഈ ഒരു കമ്മ്യൂണിസം, ഇതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസത്തെ ഞാൻ എപ്പോഴും വളരെ രൂക്ഷമായി തന്നെ എതിർക്കുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ കാറ്റ് പോയൊരു ബലൂണാണ്, അത് ഓട്ട വീണ ഒരു ബലൂണാണ്. ആ ഓട്ട വീണ ബലൂണിൽ നമ്മൾ എത്ര കാറ്റ് നിറച്ചാലും അതൊരിക്കലും അത് വീർത്ത് വരില്ല. അതുപോലെയാണ് കമ്മ്യൂണിസവും. കമ്മ്യൂണിസത്തിൻ്റെ കാലം കഴിഞ്ഞു. ബലൂണിൽ വായു നിറച്ചു വയ്ക്കുമ്പോൾ അത് കാണാനൊക്കെ ഭംഗിയുണ്ട്, അത് നമ്മൾക്ക് കൊണ്ടു നടക്കാനൊക്കെ കാണാനുള്ളൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു ഓട്ട വീണ് ആ വായു നിൽക്കാതെ വന്നാൽ അത് എത്രത്തോളം ഉപയോഗശൂന്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസവും. പണ്ട് കാലത്ത് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. ഈ നാടിനെ അവർ ഇത്രയധികം കുട്ടിച്ചോറാക്കി. ഇപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എല്ലാവരും ഈ കൊള്ളക്കാരന്മാരും അതുപോലെ അഴിമതിക്കാരും മാസപ്പടിക്കാരും കള്ളന്മാരും പെണ്ണുപിടുത്തക്കാരും ഒക്കെയായി മാറിയിരിക്കുന്നു. എന്തായാലും DYFIക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, ഉണ്ടാകണമെന്നുമില്ല. അത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ, സമൂഹം ഇതൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിൽ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഒന്ന് ഓർത്താൽ നല്ലത്.